ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നൊരു സംഭവം എന്താ വെച്ചാൽ ഇഞ്ചിപ്പച്ചടി ഒന്ന് വെച്ചേക്കാവുന്നത്. പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെന്ന് വരികിൽ ഇതൊക്കെ നല്ല എളുപ്പമുള്ളതും നല്ല രുചികരമായതുമാണ് ഇഞ്ചിപ്പച്ചടി എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. ഞാൻ ഒന്ന് രണ്ട് പേരോടൊക്കെ ഇഞ്ചിപ്പച്ചടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ അതെങ്ങനെയാണ് ചേച്ചിന്ന്. അപ്പോൾ അവർക്കറിയില്ല. ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ഇട്ടേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഇഞ്ചിപ്പച്ചടിയുടെ വീഡിയോ ഇടുവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി എടുക്കത്തില്ല, കുറച്ചേ ഞാൻ പച്ചടി ഇടുകയുള്ളൂ. കാരണം ഇത് ഒത്തിരി സമയം ഒന്നും വെച്ചുകൊണ്ടിരിക്കുന്നത് പച്ചടി അത്ര രസമുള്ള കാര്യമല്ല, ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇപ്പം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ മാത്രമായിട്ട് ഞാൻ എടുക്കുവാണേ. അപ്പം ഇതാണ് അതിൻ്റെ ഇത്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 2 സ്പൂണ് തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട്, ഒരു 5-6 കാന്താരിമുളകും 2-3 പീസ് ഉള്ളി. ഇത്രയും സാധനം ഞാൻ ഒന്നിച്ചെടുത്ത് വെച്ചു. ഞാനിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഞാൻ നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ പറയാം. ഞാനത് നല്ലതുപോലെ ഞാനങ്ങോട്ട് അരച്ചെടുത്തതാണിത്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തേ. ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കട്ട തൈര്. അതുകൊണ്ടോ ഇതിങ്ങനെ എടുക്കുന്ന തൈര് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇത് ഒത്തിരി നമുക്ക് വെള്ളം പോലെ ആകുന്നത് നമുക്കത്ര രസമുള്ളതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് നമ്മളങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക. അത് ഇച്ചിരി നന്നായിട്ട് ഇച്ചിരി കുറച്ച് ഉപ്പും ചേർത്ത്, ഉപ്പ് ആവശ്യത്തിന് മതി. ഇതിങ്ങനെ നല്ലതുപോലെ നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇങ്ങോട്ട് എടുക്കുക. എളുപ്പം നാകുന്ന ഒരു ഇതാകട്ടോ ഒരു കറിയാണിത്. വേണമെന്നൊരിക്കലും ഒരു ശകലം വെള്ളം ഒഴിക്കാം, പക്ഷെ ഞാനിങ്ങനെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഞങ്ങൾക്കിതിങ്ങനെ തൊട്ട് കൂട്ടാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനിതിങ്ങനെ മിക്സ് ചെയ്തു. ഇനി ഇതിന് കടുക് പൊടിക്കണം. അതിനായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചു. ഒരു കുറച്ച് എണ്ണ ഞാനവിടെ ഒഴിച്ചു. അതിനകത്ത് ഞാൻ ആവശ്യത്തിന് ഒരു സ്പൂണ് ഇത്തിരി കടുക് വേണ്ട, ഇത്രയൊക്കെ ഉള്ളൂ. ഒരു സ്പൂണ് കടുക് ഇട്ടു. അതിനാവശ്യമായ ഇതൊക്കെ കടുക് പൊട്ടിക്കാനേ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാനിത് ഒഴിക്കുക. നല്ലോണം മിക്സ് ചെയ്തു. ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് പെട്ടെന്ന് നമുക്ക് ആക്കാൻ പറ്റും ഈ കറിയെ. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് തൈരാണ്, തൈരുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇഞ്ചി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ വിവരങ്ങൾ മുഴുവൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇച്ചിരി പച്ചക്കളർ ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് ഒത്തിരി അരയൊന്നും വേണ്ട, പൊടിയും വേണ്ട. ഇപ്പം ഞാൻ അതോടെ ഇതിനകത്തോട്ട് ചേർക്കുവാണ്. പച്ചടിയുടെ പ്രധാന അതാണല്ലോ പച്ചക്കടുക്. അപ്പോൾ നമുക്കത് അതുവഴി ഞാനങ്ങോട്ട് ചേർത്തു. അപ്പോൾ ഇനി ഇതിൽ ഇച്ചിരി നേരം ഇവിടെ അനക്കാതെ മൂടി വെക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശകലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി സൂപ്പറായിട്ട് നമുക്ക് ആൾക്കാരുടെ മുന്നിൽ വെച്ച് കൊടുക്കാൻ പറ്റും. പച്ചടിയെക്കുറിച്ച് അധികം സംസാരിക്കണ്ടല്ലോ. പിന്നെ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഞ്ചിപ്പച്ചടി ആയതുകൊണ്ട് ചിലർക്കൊരു സംശയം ഇതെങ്ങനെയാണ്. പക്ഷേ ഇതിങ്ങനെ വെക്കാം, നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം ഈ കറി വെച്ച്. എന്നിട്ട് ലൈക്കും കമൻസും ഒക്കെ ഇനി പോരട്ടെ, അത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോഴിത് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.